പ്രധാന നായകനും വില്ലനും ഏറ്റുമുട്ടുമ്പോൾ നായകൻ ആദ്യം തന്നെ അടികൊണ്ട് അട്ട ചുരുളും പോലെ ചുരുളും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് വില്ലനെ അടിച്ച് പപ്പടം പോലെ പൊടിക്കും. ഇതൊക്കെ തന്നെയാണ് അന്നും ഇന്നും എന്നും നടക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഓടുന്നതും ചാടുന്നതും പറക്കുന്നതും. ചോദിച്ചാൽ പറയും സിനിമയല്ലേ എന്ന്. നായകൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ ആണ് ഇതൊക്കെ. ഒരു പരിധിവരെ നമ്മൾ മലയാളികളും അതൊക്കെ അംഗീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മാസ് എലിവേഷൻ സീനുകൾക്ക് വേണ്ടി നായകനെ സഹായിക്കുന്ന ചിലരുണ്ട്. നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ, കല്ല്, കമ്പി, കട്ട, കൊട്ട എന്ന് വേണ്ട ചില ദൈവങ്ങൾ വരെ നായകന്മാരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നായകനെ സഹായിച്ച ചില സിനിമാ സംഭവങ്ങളാണ് നമ്മളിവിടെ ഇന്ന് നോക്കാൻ പോകുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മല്ലു തിങ്കരേജ്. ലോകനാഥൻ IAS ബിജു വട്ടപ്പാറ എഴുതി അനിൽ സംവിധാനം ചെയ്ത് 2005 പുറത്തിറങ്ങിയ കലാഭവൻ മണി ചിത്രമാണ് ലോകനാഥൻ IAS. ഗായത്രി ജയറാം, സലീം കുമാർ, ഹരിശ്രീ അശോകൻ എന്നിവർ ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ കലാഭവൻ മണിയെ മാസാക്കി കാണിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് 1 രൂപ നാണയമായിരുന്നു. ഹേയ് ലസ, സജി ദാമോദരൻ, താഹ എന്നിവർ എഴുതി താഹ സംവിധാനം ചെയ്ത് 2001 പുറത്തിറങ്ങിയ ചിത്രമാണ് ഹേയ് ലസ. ഈ സിനിമയിൽ സുരേഷ് ഗോപിയെ മാസാക്കാൻ വേണ്ടി സഹായിച്ചത് നാട്ടുകാരായിരുന്നു. എന്റെ കൈ കൊണ്ട് ചാകുന്നതിലും ഭേദം വല്ല പാണ്ടി ലോറിക്ക് തലവയ്ക്കുന്നതാ. പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ. കരുമാടിക്കുട്ടൻ ജെ പല്ലാശ്ശേരി എഴുതി വിനയൻ സംവിധാനം ചെയ്ത് 2001 പുറത്തിറങ്ങിയ ചിത്രമാണ് കരുമാടിക്കുട്ടൻ. കലാഭവൻ മണി, നന്ദിനി, സുരേഷ് കൃഷ്ണ, മാള എന്നിവർ അഭിനയിച്ച ഈ സിനിമയിൽ കലാഭവൻ മണിയായിരുന്നു പ്രധാന വേഷം കൈകാര്യം ചെയ്തത്. കലാഭവൻ മണിയെ മാസാക്കി കാണിക്കാൻ വേണ്ടി ഈ സിനിമയിൽ ഉപയോഗിച്ചത് സ്വന്തം നായികയായിട്ടുള്ള നന്ദിനിയെ തന്നെയായിരുന്നു. നീ അത്ര പതിവർന്ന ചമയല്ലേ? എന്തായാലും ശേഖരം കടിച്ചു കൂപ്പി എച്ചിലല്ലേ നീ? വിട്ടില്ലെങ്കിലോ? ഞാൻ വരട്ടെ, വളരെ ബിസിയാ. യോധ ശശിധരൻ എഴുതി സംഗീത് ശിവൻ സംവിധാനം ചെയ്ത് 1992 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു യോധ. മോഹൻലാൽ, ജഗതി ശ്രീകുമാർ പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമയിൽ മോഹൻലാലിനെ മാസാക്കാൻ വേണ്ടി നാട്ടുകാരോ വീട്ടുകാരോ കൂട്ടുകാരോ ആരും ഉണ്ടായിരുന്നില്ല. സ്വന്തം തന്നെ പ്രൊമോട്ട് ചെയ്ത് അടിക്കേണ്ട അവസ്ഥയായിരുന്നു. മോതിരം, കടകം, ഒഴിവ്, കടകത്തിലൊഴിവ്, പിന്നെ അശോകനും. അതവളുടെ വെറും നമ്പറാ. കാശ് വാങ്ങിച്ചിട്ടുള്ള പണി. രസികൻ മുരളി ഗോപി എഴുതി ലാൽ ജോസ് സംവിധാനം ചെയ്ത് 2004 പുറത്തിറങ്ങിയ ചിത്രമാണ് രസികൻ. ദിലീപ്, മുരളി ഗോപി, സംവൃത സുനിൽ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ ദിലീപിനെ മാസാക്കി കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് കുട്ടിയും കോലുമായിരുന്നു.
ബ്ലാക്ക് കാറ്റ് വിനയൻ എഴുതി വിനയൻ തന്നെ സംവിധാനം ചെയ്ത് 2007 പുറത്തിറങ്ങിയ ചിത്രമാണ് ബ്ലാക്ക് കാറ്റ്. സുരേഷ് ഗോപി, രാജൻ പി ദേവ്, കാർത്തിക, മീന എന്നിവരാണ് പ്രധാന വേഷത്തിൽ എത്തിയത്. ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിയെ മാസാക്കി കാണിക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ടത് രാജൻ പി ദേവ് അഭിനയിച്ച കഥാപാത്രമാണ്. എടാ ബ്ലാക്ക് എടാ ബ്ലാക്ക് ബ്ലാക്ക് എടാ നരകം മുതലാളിയാണ് പറയണത്. എണ്ണീക്കടാ. 1 2 3 അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.